സുഹൃത്തുക്കളെ, ഇവിടെ കുറച്ച് പ്രാവുകളും പിന്നെ ഒരു 5-6 കാക്കകളും കൂടി അവസാന വട്ടത്തിലെ അരിമണികളൊക്കെ നുള്ളിപ്പറകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതല്ല ഇന്നത്തെ നമ്മുടെ കാഴ്ച. നമ്മുടെ ഈ കാറ്റ്സ് ക്ലൗവിൻ്റെ കാഴ്ചകളാണ്. കാറ്റ്സ് ക്ലൗ ആദ്യമായിട്ട് പൂവിട്ടിരിക്കുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഒരു 7 മണി സമയമാണ്. ഈ പ്രാവുകളൊക്കെ പോയി കഴിഞ്ഞു. ഇതാണ്ടില്ല, ഇപ്പോൾ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ. അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും അരിമണികളുണ്ടോ എന്നൊക്കെ അവർ നുള്ളിപ്പറക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നമ്മുടെ കാറ്റ്സ് ക്ലൗവിൻ്റെ കാഴ്ചകളാണ്. ഈ നിൽക്കുന്ന കാറ്റ്സ് ക്ലൗ ഇതിപ്പോൾ നന്നായിട്ട് പടർന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കാറ്റ്സ് ക്ലൗവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാദ്യമായിട്ട് പൂവിട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു 3 പൂക്കൾ ഈ സൈഡിലുമുണ്ട്. പിന്നെ ഇങ്ങേ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പൂവുണ്ട്. അപ്പോൾ ഇത് കന്നി പൂക്കാലമാണ് ഈ കാറ്റ്സ് ക്ലൗ പൂവിട്ടിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് മൊട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതെല്ലാം നിറയെ പൂക്കുമായിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാറ്റ്സ് ക്ലൗ ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ വെറും 1 വർഷം മുമ്പ് ഞാനിവിടെ താമസമായിട്ട് ഇപ്പോൾ 1 വർഷമാണോ ആയത്. അപ്പോൾ ഞാനിവിടെ താമസിക്കാൻ വന്ന സമയത്താണ് ഇവനിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് അങ്ങ് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ശരിക്കും അങ്ങ് താഴെ ഞാൻ ഈ തുണിയൊക്കെ നനയ്ക്കുന്ന ആ കല്ലിൻ്റെ സൈഡിലായിട്ടാണ് ഇതിനെ വളർത്തിയിരിക്കുന്നത്. അതിങ്ങനെ ഇതുവഴി ഇങ്ങനെ പടർന്ന് കയറി ഇതുവഴി ഇങ്ങനെ ചുറ്റി നമ്മുടെ പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് പോയി കേട്ടോ. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും പോയി. അപ്പോൾ ഇങ്ങനെ ചുറ്റി പടർന്ന് ഇങ്ങനെ ഇതുവഴി വന്നു. എന്നിട്ട് ഞാൻ ഒരു ശാഖ ഇതിൻ്റെ താഴെ നിന്ന് ഈ സൈഡിൽ കൂടെ ഈ സ്ലാബിൻ്റെ അടിയിൽ കൂടി പടർത്തി ഇതുവഴി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ ഇവിടെ ഇങ്ങനെ മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇച്ചിരി താമസിച്ച് വന്നതുകൊണ്ട് ഇതുപോലെ നല്ല സ്പ്രെഡായിട്ടില്ല. അപ്പോൾ ഇനിയും പതിയെ ഇതിനി ഇവിടെ നിന്ന് നന്നായിട്ട് സ്പ്രെഡായിട്ട് ഈ സാധനം ഇതുവഴി ഇങ്ങനെ പോയി ഇതുവഴിയൊക്കെ ഇങ്ങനെ പടർത്തിക്കൊണ്ട് പോയി. ഇവിടെ ഒരു വെള്ളം വരുന്നൊരു പൈപ്പുണ്ട്. ഈ പൈപ്പ് വഴി നേരെ അങ്ങ് മുകളിൽ ടെറസിൽ കൊണ്ടുപോയി ഇങ്ങനെ പടർത്തി വിടണമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന സമയത്ത് വെറും ചിലപ്പോൾ ഈ ഒരു സൈസുള്ളൊരു കുഞ്ഞ് തയ്യാറാണ് ഞാൻ കൊണ്ടുവന്നത്. ഇത് ഞാൻ ഈ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊരു നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നഴ്സറിയിൽ നിന്ന് ഞാൻ 30 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഒരു കുഞ്ഞ് തയ്യായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് തൈ കണ്ടില്ല, ഇപ്പോൾ വെറും 1 വർഷം കൊണ്ടാണ് ഇത് ഇത്രയും പടർന്ന് പന്തലിച്ച് വളർന്ന് വലുതായി വന്നത്. കണ്ട ഇതിൻ്റെ ഈ വേരുകളൊക്കെ വേരുകളൊക്കെ നല്ല കനം ആയി തുടങ്ങി. ഈ വേരുകളെല്ലാം ഇങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ ഈ നെറ്റിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പടർത്തി മുകളിലേക്ക് വിട്ടതാണ്. പക്ഷേ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് താഴെ നട്ട് ഒരു 2 മാസക്കാലം ഇത് വളർന്നതേ ഇല്ല. അങ്ങനെ തന്നെ മുരടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്ന് പടർത്തി എടുക്കാനായിട്ട് കുറേ വർഷങ്ങൾ എടുക്കുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ കൂടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേണ്ടില്ലേ അങ്ങ് വളർന്ന് ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇത്രയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സൈഡിൽ കാണുന്ന പോലെ ബുഷിയായിട്ട് അപ്പുറത്തെ സൈഡിലും കൂടി ആ കമ്പിലും കൂടെ ആയിക്കഴിഞ്ഞാൽ സക്സസ് പൂർണ്ണമായി. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് പൂത്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഈ വീടിന് മുകളിലൊക്കെ കാറ്റ്സ് ക്ലൗ ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല മഞ്ഞ കളറിൽ പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്. എങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇനി എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ കാണുന്നില്ലേ ഈ നെറ്റ്, ഈ ചെറിയ കുഞ്ഞ് ഗേറ്റ്, ഈ കുഞ്ഞ് ഗേറ്റിലും കൂടി ഞാനിത് പടർത്തും. ഇവിടെ നിന്ന് ഒരു ശാഖ ഇനി പതുക്കെ ഇതിൽ കൂടെ ഇതിൽ പടർത്തി കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിന് ലാവിഷമായിട്ട് നിറഞ്ഞ് ഈ കുഞ്ഞ് ഗേറ്റിൽ പടരാം. എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു പച്ചപ്പ്, ഈ ഒരു പച്ചപ്പ് മയമാക്കിയെടുക്കും. എന്നിട്ട് ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ തൂക്കും. ഒരു പ്രത്യേക ഷേപ്പിന് ഒരു ബോർഡും തൂക്കും സെൻറ്ററിൽ. അപ്പോൾ ബോർഡിൻ്റെ പേര് എന്ന് പറയുന്നത് കഥ പറയും വീട് എന്നാണ്. നമ്മുടെ വീടിൻ്റെ ഒരു പേര് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിന് പേരൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ വീടിൻ്റെ പേരെന്ന് പറയുന്നത് കഥ പറയും വീട്. അപ്പോൾ ഈ കഥ പറയും വീടിൻ്റെ ബോർഡ് ഞാൻ ഇവിടെ തൂക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ
കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് ഞാൻ പോയി കാണിച്ചു തരാം. ഇത് ഇവിടെയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെയൊന്നും ഒന്നുമില്ല കേട്ടോ. ഇവിടെ വെറും ഒരു വള്ളിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ, ഇതിന് പടർന്ന് പോകാനായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് പിടിച്ച് കയറാനായിട്ടൊന്നും സംഭവങ്ങളൊന്നും ഇല്ല. കാറ്റ്സ് ക്ലൗവിന് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഇറുകി പിടിച്ച് കയറാനുള്ള സംഭവം വേണം, എങ്കിലേ അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ വളർന്നു വരുന്ന കണ്ടില്ലേ, ഈ കുഞ്ഞു ശാഖകളൊക്കെ ഇങ്ങനെ തിരിച്ച് പിടിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി വെച്ച് കൊടുക്കും. അങ്ങനെ ചുറ്റി വെച്ച് കൊടുത്താണ് ഇവിടെ ഇത്രയും വീതിക്ക് നന്നായിട്ട് ഇങ്ങനെ പടർന്നിരിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കും വേറെ ഒന്നുമില്ല. ശരിക്കും കണ്ടില്ല, അത് ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ഇതിൻ്റെ ഇതേപോലൊരു ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ചരട് കയറ്റി ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ തന്നെ തണ്ടുകളാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കളയില്ല. ഞാൻ ഇങ്ങനെ വരുന്ന സംഭവം ഈ എവിടെയാണ് കുറച്ചുള്ളത്, ഈ മറയ്ക്കാനുള്ളത്, ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞു പല്ലുകളുണ്ട്, ഈ പല്ലുകൾ വെച്ചിട്ട് ഇതങ്ങ് പിടിച്ച് നിന്നോളൂ. ഞാൻ ആ പല്ലുകൾ കാണിച്ചു തരാൻ കണ്ടില്ല, ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇത് ഈ കുഞ്ഞു പല്ലുകൾ ഇതിങ്ങനെ പിടിക്കും. ഇതിനിങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം ഇതിങ്ങനെ ഈ പൂച്ചയുടെ വിരലുകൾ പോലെ ഇറുകിയിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇതാ കണ്ട ഈ സാധനം ഉള്ളത് കൊണ്ടാണ് കാറ്റ്സ് ക്ലൗ എന്ന പേര് കിട്ടിയത്. ഇത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓരോന്നിലും ഇങ്ങനെ അള്ളിപ്പിടിച്ച് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും, അവർ വിചാരിക്കുമായിരിക്കും ഇതൊക്കെ എന്തിനാണ് പറയുന്നത് നമുക്കറിയാമെന്ന്. അങ്ങനെയല്ല, അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ട പിടിച്ചിരിക്കുന്നുണ്ട, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇറുകി പിടിച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ പൂച്ച അള്ളി പിടിക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് കണ്ട ആ ഒരു പിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കാറ്റ്സ് ക്ലൗ. പൂച്ചയുടെ ആ നഖങ്ങളുടെ ആ ഒരു അനുബന്ധമായിട്ടുള്ളൊരു പേരാണ് ഈ കാറ്റ്സ് ക്ലൗവിന് കിട്ടിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇനി താഴെ ചെന്നിട്ട് ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിവിടെ താഴെയാണ് കേട്ടോ, അങ്ങ് താഴെ നമ്മുടെ ഈ പടിയുടെയൊക്കെ അങ്ങ് താഴെ പോകണം. ഞാൻ എന്തായാലും താഴെ പോയി കാണിച്ചു തരാം. ഇത്രയും കാണിച്ചു തന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഒറിജിനും കൂടി കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് എൻ്റെ ബക്കറ്റൊക്കെ മാറ്റി കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ 2 കാലുകളാണ് വെച്ചിട്ടുള്ളത്, 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഈ മെയിൻ കാല് ഇച്ചിരി വണ്ണമുള്ളതാണ്, ഇങ്ങ് മുകളിൽ ഈ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു കാല് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനം ഞാൻ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ എടുത്തിട്ട് ഇതാ കണ്ടില്ലേ, ഒരെണ്ണം ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്, ഒരു ശാഖ ഈ സ്ലാബിനടിയിൽ കൂടെ, ഒരു ശാഖ മെയിൻ ശാഖ കണ്ടില്ലേ, ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ സാധനമാണ് മുകളിൽ ഇങ്ങനെ പടർന്ന് അതിലേക്ക് ഇങ്ങനെ കയറി പോയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇതുവഴി താഴെ നിന്ന് ഇതുവഴി ഇങ്ങനെ കയറി ഇതുവരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിലത്തേൻ്റെ അത്രയ്ക്ക് ഒരു പുഷ്ടി വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പടർത്താൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഈ ഒരു ശാഖ തന്നെ ഇങ്ങനെ താഴോട്ട് പടർത്തി വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ താഴോട്ട് ചെടികൾ അങ്ങനെ പടരാനുള്ള ടെൻഡൻസി കാണിക്കില്ല എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നില്ല. താഴോട്ട് പടരും, പക്ഷേ എങ്കിലും അതിങ്ങനെ ചുറ്റി പടർന്ന് താഴോട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കില്ല. അതെപ്പോഴും ഇങ്ങനെ ഈ മുകളിലേക്ക് പോകാനല്ലേ ഈ ചെടികൾ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇച്ചിരി വൈകിയത് കൊണ്ടാണ് ഈ സാധനം ഇച്ചിരി ശോഷിച്ച് അല്ലെങ്കിൽ പതിയെ അത് വളർന്നു വരുന്നത്. അപ്പോൾ അതും കൂടി നന്നായിട്ട് വളർന്ന് കയറിക്കഴിഞ്ഞാൽ പൊളി. അപ്പോൾ അത് എന്നെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയാമോ, ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. എങ്ങനെ ഞാൻ അത് പറഞ്ഞുതരാം. ഇനി അടുത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുമ്പം എൻ്റെ ഈ കാറ്റ്സ് ക്ലൗ നിറയെ മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കുന്ന ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ നിറയെ എൻ്റെ ഈ ഗേറ്റ് മുഴുവൻ നിറയെ മഞ്ഞ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച എന്നെങ്കിലും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഈ കഥ പറയും വീട് എന്ന് പറയുന്ന സംഭവം ചെയ്യാനായിട്ട് ഞാനൊരു പഴയ നമ്മുടെ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഒരു തേക്കിൻ്റെ പലക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പലക ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പിനെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു കർവി ഷേപ്പിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കർവി ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു പലക ഞാനിങ്ങനെ കട്ട് ചെയ്ത് 2 ചെയിനൊക്കെ തൂക്കി അതിലിങ്ങനെ കഥ പറയും വീട് എന്ന് പറയുന്നൊരു സംഭവം വെച്ച് അതിലൊരു ലൈറ്റൊക്കെ ഇട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.